മക്കളെ ഈ തേച്ചിട്ട് ആരൂടെ പോയാലും എനിക്ക് ഇഷ്ടമില്ല. ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളോടും എല്ലാവർക്കും നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? ഇത് ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ ആയിരുന്നേ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ ചേട്ടനോട് ഒരുപാട് സഹതാപം തോന്നി. കാരണം അദ്ദേഹം ഭാര്യ അത്രമാത്രം സ്നേഹിക്കുന്ന, ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ചേട്ടൻ. വളരെ സങ്കടത്തോടെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് സങ്കടം തോന്നിയൊരു കാര്യമാണ്. നമുക്കേതായാലും ഈ ചേട്ടനെ പറയാനുള്ളതൊന്ന് കേട്ടു നോക്കാം. അത് കഴിഞ്ഞ് സംസാരിക്കാം. ഇത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയാണ്. 18 വർഷം കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയ ഒരു പാവ മനുഷ്യന്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഈ ഭാര്യ ഇത് കാണുകയാണെങ്കിൽ, ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പോഴും ആ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. ആരുടെ കൂടെ പോയാലും, എവിടെ പോയാലും, ആരുടെ കൂടെ പോയാലും ഈ പാവ മനുഷ്യൻ ഇപ്പോഴും അത്രത്തോളം ദുരിതം അനുഭവിച്ച് 3 മക്കളെ വളർത്തി ഇത് സ്വന്തം വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ണ് അറിഞ്ഞിട്ടാണ് ഈ പാവ മനുഷ്യൻ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു സങ്കടം മനസ്സിലാക്കണം. ഇത്രയും പൈസയും ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് സാധനങ്ങളും മക്കളെല്ലാമായിട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഭാര്യ കാണുവാണെങ്കിൽ തിരിച്ചു വരണം. അല്ലേ എന്നാ ഈ എന്റെ മക്കളെ ഭാര്യ വേണം. ഭാര്യയോടെ പോയാലാണെന്ന് പ്രശ്നമില്ല. മക്കളെ ഇത്ര കരഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ, ഒരു പുരുഷനാണ് ഈ നിന്ന് കരയുന്നത്. എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഭാര്യ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഈ കരയുന്ന മനുഷ്യന്റെ കണ്ണീര് കാണാതിരിക്കുന്നത്. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം കടക്കാടൻ പ്രമാണം വരെ അവിടെ ഇല്ല. ഭാര്യ കൊണ്ടുപോയി പോവാ. ഇപ്പം അവിടെ നമ്മുടെ കാരാളിമുക്കിന്റെ അടുത്തുള്ള ഒരുത്തൻ, അവന് 7 കല്യാണം കഴിച്ചവനാ. അവന്റെ കൂടെയാണ് ഇപ്പൊ പോയേക്കുന്നത്. ചേട്ടൻ പറയുന്ന പ്രകാരം ഈ ചേട്ടൻ്റെ വീടിൻ്റെ പ്രമാണവും ആധാർ കാർഡും ഒക്കെ എടുത്തിട്ടാണ് അവർ പോയതെന്ന് പറയുന്നു. ഒപ്പം 7 കല്യാണം കഴിച്ച ഒരുത്തൻ്റെ കൂടെയാണ് പോയേക്കുന്നത് എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ കുട്ടികളെയും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് കാമുകന്മാരുടെ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കാമുകൻ കഴുത്ത് ഞെരിച്ച് കൊന്നു, അല്ലെങ്കിൽ കാമുകൻ വിഷം കൊടുത്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ സംസാരം കേൾക്കുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു സ്ത്രീ ആയിരിക്കും അവർ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ചേട്ടൻ പറയാനുള്ള ബാക്കി ഇവിടെ കേൾക്കാം. ഞാൻ പറഞ്ഞില്ലേ, 18 വർഷം കക്കൂസ് വാരി ചെലവ് നടത്തിയ എന്റെ മൂത്ത മോള് മരിച്ചുപോയി. ചാനലെല്ലാം ഉണ്ടായിരുന്നു, TV ചാനലെല്ലാം. എനിക്ക് കുഞ്ഞുങ്ങളോളും വന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ആരുടെ അവിടെ സാമ്പത്തികം വേണ്ട. എനിക്കൊരു നേരത്തെ ആഹാരം അവള് വെച്ച് തരുക, എന്റെ കുഞ്ഞുങ്ങളെ നോക്കുക. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എന്റെ കൂടെ വന്ന് ഇത്രയും നാൾ താമസിച്ചു. എന്റെ ഒരു ഭാര്യ ഇന്നും ഭാര്യയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ അത്രയും സ്വന്തം പെറ്റമ്മയെ പോലെ സ്നേഹിച്ചവളെ അവളിത് ചെയ്യൂന്ന് ഞാൻ അറിഞ്ഞില്ല. കണ്ടല്ലോ, ഈ ചേട്ടൻ്റെ സങ്കടം ഏതൊരാളുടെയും കണ്ണ് നിറയ്ക്കുമല്ലേ? എൻ്റെയും കണ്ണ് നിറച്ചത് ഇന്നലെ കണ്ടപ്പോൾ. അദ്ദേഹം പറയുന്നത് അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകൾ മരിച്ചുപോയി. ചാനലിലൊക്കെ അത് വാർത്തയായിട്ടുണ്ടായിരുന്നു. എങ്ങനെ മരിച്ചു എന്നൊന്നും പറയുന്നില്ല. സുഹൈൽ എന്ന് പറയുന്ന ഒരു ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു അവർ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്നലെ ചിന്തിപ്പിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ അങ്ങനെ പോകുന്നവർ കുട്ടികളെയും കൊണ്ട് പോവുമോ? അവർ സ്വന്തം സുഖം തേടി പോകുന്നവരാണെങ്കിൽ കുട്ടികളെ ഇവിടെ നിർത്തിയിട്ടല്ലേ പോവുള്ളൂ. അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് വളരെ റെയറാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്ത്രീയോട് സംസാരിക്കണം. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ ഈ സുഹൈലിൻ്റെ തന്നെ വേറൊരു വീഡിയോ കണ്ടു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഈ ചേട്ടൻ്റെ ഭാര്യയാണ് ആ സംസാരിക്കുന്നത്. നമുക്ക് ആ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. അതാണ് ഇനി അടുത്ത വീഡിയോ കണ്ടു നോക്കാം. എനിക്കങ്ങനല്ല. എനിക്ക് പ്രായമായൊരു മോളുണ്ട്. ഞാൻ പോയാൽ എന്റെ മോളെ നോക്കാൻ ആരും കാണത്തില്ല. സെക്സ് പരമായിട്ടാണേലും അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒന്നും കൂടി നാറ്റിക്കാവല്ലോ. അതിന്റെ പേരിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരാളെ തേച്ചിട്ട് പോവാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കങ്ങ് പോയാൽ പോരെ. 14 വയസ്സുള്ള മോനെയും 7 വയസ്സുള്ള മോനെയും കൂടി ഞാൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത് പോയിന്റ്. ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്,
കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോകുന്ന വാർത്തകൾ. പക്ഷേ ഈ ചേച്ചി പോയത് കാമുകൻ്റെ കൂടെ അല്ല കേട്ടോ. അവിടെയാണ് ഈ ചേട്ടൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നെനിക്ക് തോന്നിയത്. ചേച്ചി പോയത് ചേച്ചിയുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും കൂടിയാണ്, ഈ കുട്ടികളെയും കൊണ്ട്. അപ്പോൾ അവർ അത്രമാത്രം ആ വീട്ടിൽ പീഡനങ്ങൾ സഹിച്ച് നിന്നിട്ട് നിവർത്തികെട്ട് ആലോചിക്കണം. 3 കുട്ടികളുണ്ടായിരുന്നു, മൂത്ത കുട്ടി മരിച്ചുപോയി, ബാക്കി 2 കുട്ടികൾ. എങ്ങനെ പോയാലും ഒരു 10-15 വർഷമായിട്ടുണ്ടാവും ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും വർഷം അവരവരുടെ നല്ല ജീവിതം മുഴുവൻ അയാളുടെ കൂടെ കഴിഞ്ഞിട്ട് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേട്ട് നോക്കണം. ശരിക്കും ഇപ്പോൾ കണ്ണു നിറയുന്നത് ഇവരുടെ വാർത്ത കേട്ടിട്ടായിരിക്കും, ഇവരുടെ കഥ കേട്ടിട്ടായിരിക്കും. കേൾക്കാം. എന്റെ സുഖങ്ങൾ മാത്രം തേടി പോവുകയാണെങ്കിൽ വേറെ ആളുടെ കൂടെ പോയതല്ല, എന്റെ അച്ഛനും ആങ്ങളെയുണ്ട്, അവരുടെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ്ട് എന്റെ കൂടെയുള്ള സോണി എന്ന് പറയുന്ന ചേച്ചിയാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, തമ്പി എന്ന് പറയുന്ന ചേട്ടന്റെ ഭാര്യ എന്നെ തേച്ചിട്ട് പോയി എന്ന് ഒരു ചേട്ടൻ അലമുറയിട്ട് കരയുന്നൊരു വീഡിയോ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേര് കണ്ടാണ്. അതിനകത്ത് ഒരുപാട് പേര് വന്നൊരു കമന്റ്, ഒത്തിരി പേരിട്ട കമന്റ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഒരു ഭാഗം മാത്രം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു, മറ്റൊരാളുടെ ഭാഗം എന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. എന്തായാലും ആ സ്ത്രീയെ, ആ സഹോദരിയായ ചേച്ചി എന്തായാലും ഇവിടെ നിർത്തുന്നു. ചേച്ചി ആ വീഡിയോ കണ്ടിരുന്നോ? കണ്ടിട്ടാണ് വിളിച്ചത്. എനിക്കും കുറെ കാര്യങ്ങൾ പറയണ്ടേ, എന്ത് പറയാനുള്ളത്? കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയാനായിട്ട്, ഞാൻ അയാളെ കളഞ്ഞിട്ട് പോയതല്ല. ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു, സത്യമാണ്. സർജറിയുടെ ഭാഗമായിട്ട് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ. എന്റെ ഈ മോനുമായിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ. മോന് അവിടെ വെച്ച് ഒരുപാട് മദ്യപിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നെ നോക്കാൻ വന്നിരുന്ന ഒരു അമ്മേനെ അടിക്കുകയൊക്കെ ചെയ്ത്, സർജറി കഴിഞ്ഞ് വന്നിട്ടാണേലും അതിന് മുമ്പാണേലും എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ പേരിലാണ് നമ്മൾ 2 ആഴ്ച അവിടെ അഡ്മിറ്റ് ആവേണ്ടതിന്റെ പേരിൽ നമ്മള് 3 ദിവസം കൊണ്ട് ഡിസ്ചാർജ് മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുമായിരുന്നു. ഞാൻ പോകുന്നത് വേറൊരു ആണിന്റെ കൂടെ പോയതല്ല. എന്റെ അച്ഛനുണ്ട്, എന്റെ ആങ്ങളെയുണ്ട്, അമ്മയില്ല, അമ്മ മരിച്ചുപോയി. അമ്മയും മോളും ഒരുപോലാണ് മരിച്ചുപോയത്. ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത്, 18 വർഷം നിങ്ങളെ സംരക്ഷിച്ചു, നിങ്ങളെ നോക്കി, 3 മക്കളുടെ അമ്മയാണ്. മക്കൾ കൂടെ ഉണ്ടല്ലോ, 2 പേരുണ്ട് കൂടെ. ഒരാള് മരണപ്പെട്ടു പോയി. 2 മക്കളുണ്ട്. ഇപ്പൊ 18 വർഷം ഞാൻ നല്ലപോലെ സമ്പാദിച്ച് ബാത്റൂം കൗരി അങ്ങനെയൊക്കെ ഒരുപാട് ജോലി ചെയ്ത് സ്നേഹിച്ചിട്ട് എന്താ ഇട്ടിട്ട് പോയെന്ന് ചോദിക്കും. ഒരിക്കലും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അയാൾ എന്നെ യൂസ് ചെയ്യുമായിരുന്നതേ ഞാൻ പറയത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമ്മള് പൈസയുടെ ആവശ്യം വരുമ്പോൾ മറ്റുള്ള ആണുങ്ങളെ ഫോൺ ചെയ്ത് ഞാൻ വിളിച്ച് അവരോട് പൈസ ചോദിക്കണം. അതൊന്നും നമുക്ക് സഹിക്കുന്നതിന് അപ്പുറമായതിനു ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു തീരുമാനം എടുത്തത്. എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്തത്. കേട്ടല്ലോ, ഇതിനകത്ത് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇനിയും കഥകൾ പുറത്തേക്ക് വരാനുണ്ട്, ഉണ്ടായിരിക്കാം. ഇത് കേട്ടപ്പോൾ എനിക്കറിയുന്ന ഒരു ചേച്ചിയുടെ ലൈഫാണ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ 15-16 വർഷമായിട്ട് ഒരാളുടെ കൂടെ ജീവിക്കുകയാണ് അവർ. ഇന്നും അയാൾ മദ്യപിച്ചില്ലെങ്കിൽ ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹമാണ്, കുട്ടികളോടൊക്കെ നല്ല വാത്സല്യമാണ്. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കൂറ സ്വഭാവം വേറൊരാൾക്കുണ്ടാവില്ല. മെയിനായിട്ട് സംശയമാണ്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ചേച്ചിക്ക് അയാളിൽ നിന്നും വിട്ടുമാറാൻ പറ്റുന്നില്ല. ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരെവിടെയൊക്കെ മാറി താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം അയാൾ വരും. ഡിവോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഉടനെ അയാൾ ആത്മഹത്യാ ഭീഷണി. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ചേച്ചിയുടെ കാര്യം നോക്ക്, ചേച്ചിയുടെ കുട്ടികളുടെ കാര്യം നോക്ക്. പക്ഷേ ചേച്ചി പറയുന്നത്, എനിക്ക് നാട്ടിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നാട്ടിലാണെങ്കിൽ ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ എവിടെ പോയാലും അയാളുടെ പുറകെ വരും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചേച്ചി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറിപ്പോയി. അയാളുടെ വീട്ടിൽ നിന്ന് നേരെ അവിടെ എത്തി. അപ്പോൾ അവർക്ക് ശരിക്കും പെട്ടുപോയൊരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ലവ് മാരേജും കൂടിയാണ്. അതുകൊണ്ട് വീട്ടുകാരുടെ സപ്പോർട്ടും കുറവാണ്. ആ ചേച്ചിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്കൊരു ഭാരമായിട്ട് നിൽക്കാൻ അവർക്ക് താല്പര്യവുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഭർത്താവിൻ്റെ പീഡനങ്ങൾ, അത് മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ, അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങൾ ജീവിച്ചു പോകുന്ന സ്ത്രീകൾ. എന്നാൽ അയാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെ നോക്കുകയും വേണം. ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് അവിടെ കൂട്ടിരിക്കാനും വീട്ടിൽ കൊണ്ടുവന്നാൽ ട്രീറ്റ് ചെയ്യാനും ഒക്കെ ഇവർ തന്നെ വേണം. ഇവരെവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, നീ അവൻ്റെ കൂടെ പോകുന്നു ചോദിക്കും. അങ്ങനെ ഒരുത്തനോട് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്നിട്ടും അവർ ഇത്രയും വർഷം പിടിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് മടുത്തു. പക്ഷേ അവിടെ നിന്ന് വിട്ടു വരാൻ പറ്റുന്നില്ല അവർക്ക്. ഒരു ആങ്ങളെയില്ല, അച്ഛനില്ല. അച്ഛനും ആങ്ങളെ ഉണ്ടായിരുന്ന അവർക്ക് ഒരിക്കലും ഈ ഗതി വരില്ലായിരുന്നു. ഇവിടുത്തെ അച്ഛനും ആങ്ങളെ ഉള്ളതുകൊണ്ട് ഈ ചേച്ചിക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റി. ഇത് ഒരാളുടെ കഥയല്ല, ഒരുപാട് പേരുടെ കഥയാണ്. ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ അറിയുന്നപ്പോഴെന്നറിയോ, അവരെന്തെങ്കിലും കടുങ്കയും ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ചോദിക്കും, നിനക്ക് ജീവിക്കാൻ പാടില്ലായിരുന്നോ, അവനെ വിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. എന്നാൽ ഇവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ആ നാട്ടിലുള്ളവർ പോലും തിരിഞ്ഞു നോക്കില്ല. ആ വീട്ടിൽ മിക്കവാറും ബഹളങ്ങളാണെങ്കിൽ പോലും അത് കേട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത നാട്ടുകാരായിരിക്കും. അവർക്ക് തിരിഞ്ഞു നോക്കുന്നൊരു സമയം വരെ എപ്പോഴാണ് ആ വ്യക്തികൾ എന്തെങ്കിലും കടുകൈ കാണിച്ചിട്ട് ആ വാർത്ത പുറത്തു വരുമ്പം, അയ്യോ ഇന്നലെയും അവിടെ സൗണ്ട് കേട്ടതാണ്, ഇന്നലെയും അവിടെ ഒച്ചപ്പാട് കേട്ടതാണ് എന്നും പറഞ്ഞ് സങ്കടം കൊള്ളും. ഒരു കണ്ണ് തിരിഞ്ഞു നോക്കി ആ ഭർത്താവ് ആരാണോ രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിടിച്ച് പോലീസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ലൈഫിൽ രക്ഷപ്പെടും. അതാണ് ചെയ്യേണ്ടത്. കാര്യം കല്യാണം കഴിച്ചിട്ട് സ്വന്തം ഭാര്യനെ മാന്യമായിട്ട് നോക്കാൻ വയ്യ, അവരെ സംശയം കൊണ്ടിട്ട് എടുത്തിട്ട് അടിക്കുക, അവരെ എപ്പോഴും കുത്തുവാക്കുകൊണ്ട് വേദനിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നവനൊന്നും അങ്ങനെ ഒരു ലൈഫിന് അർഹനല്ല. പക്ഷേ ഈ ചേച്ചിയായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കില്ല. അവർക്ക് അയാൾ അത്രമാത്രം ജീവനാണ്, ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റുന്നില്ല.
അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിടയിൽ ഒരു ഉദാഹരണമാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോ വരാനുണ്ട്. ഇവിടെ ഇവരുടെ കഥ എന്ന് പറയുന്നത് അയാൾ മദ്യപിക്കുന്നുണ്ട്, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു, പിന്നെ അതിലെല്ലാം ഉപരി ഇവരെ കൊണ്ട് പല ആണുങ്ങളുടെ കയ്യിൽ നിന്നും കാശ് മേടിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെ കരുത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. പക്ഷേ ഇത് കേൾക്കുമ്പോഴോ പക്ഷേ ഒരെണ്ണം കീറാൻ തോന്നും. ശരിയല്ലേ? ഇതുപോലെയാണ് നമ്മുടെ മഹാനായ നടൻ, മിമിക്രി കലാകാരൻ സുധി കടം മേടിച്ചിട്ട് ഭാര്യയെ കൊണ്ട് സംസാരിപ്പിക്കും. നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടതാണ്. ഭാര്യ കൊണ്ട് സംസാരിപ്പിക്കും. എന്താണ്, മക്കളെ പൈസ വന്നില്ല കേട്ടോ, തരാട്ടോ, ഒരു ലേഡിയല്ലേ വിളിച്ച് പറയുന്നത്, അതുകൊണ്ട് ആൾക്കാരങ്ങ് സമാധാനിക്കും. പിന്നെ ആകുമ്പോഴേക്കും തരാമെന്ന് പറഞ്ഞല്ലോ, തരുമല്ലോ, ഈ ലെവലാവുണ്ടാണ്. അങ്ങനെ നടന്ന ടീമുകളാണ് അവർ. ഇപ്പോൾ ദാനം കൊടുത്തവരെയും കുറ്റം പറഞ്ഞ് എല്ലാവരും അടച്ചാക്ഷേപിച്ച് ജീവിക്കുന്നു. അവരെ വെച്ച് നോക്കുമ്പോൾ ഇവരെ നമ്മൾ കയ്യിൽ വെച്ച് താലോലിക്കണം. അത്രയും സ്വഭാവ മഹിമയുണ്ട് ഇവർക്ക്, മനസ്സിലായില്ലേ? ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെ 14 വയസ്സുള്ള കുട്ടി, 7 വയസ്സുള്ള കുട്ടി, 2 കുട്ടികളെയും കൊണ്ടാണ് അച്ഛൻ്റെ സഹോദരനെ കൂടെ ഇറങ്ങി പോയേക്കുന്നത്. അവർ ആ ഗട്ട്സ് കാണിച്ചു. ഇനിയെങ്കിലും അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം എന്നല്ല അവർ ആവശ്യപ്പെടുന്നത്, സമാധാനമായിട്ട് ജീവിക്കണം. ഈ സമാധാനം ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ ചുറ്റുപാടുണ്ടാവില്ലേ അല്ലേ? നിങ്ങളുടെയൊക്കെ ചുറ്റുപാടുണ്ടാവും ഇതുപോലെ സമാധാനം ആഗ്രഹിച്ച് ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന ആൾക്കാർ. മദ്യത്തിന് അടിമപ്പെട്ട് വീട്ടിൽ വന്ന് ഭാര്യ തല്ലുന്നു, മക്കളെ തല്ലുന്നു. എന്ത് ഗുണമാണ് ഇതിന് കിട്ടുന്നത് എനിക്കറിയത്തില്ല. സ്വന്തം കുടുംബം നശിപ്പിച്ചിട്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഈ 2 പേരിൽ ആരുടെ കൂടെ നിൽക്കാനാണ് നിങ്ങളുടെ താല്പര്യം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.